മെസ്കേൻ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങളോ വലിയ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല. ആ, നേരത്തെ അസ്ത പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷയെ പറ്റി പറഞ്ഞു, നല്ല കാര്യം. പക്ഷേ അവിടെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവിനെതിരെ പോക്സോ കേസ് അടക്കം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങൾ അവിടെ ഒന്ന് സമരം നടത്തി. പ്രധാനമന്ത്രി അവർ അഡ്രസ് ചെയ്തിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങൾ ഈ സ്ത്രീ സംരക്ഷണം എന്നുള്ളതിന്റെ രാഷ്ട്രീയ താല്പര്യം എന്ന് ഊന്നുന്നു. കേരളത്തിലെ പലായനത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ പലായനം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അത് ഗുജറാത്ത് കഴിഞ്ഞ് പഞ്ചാബും കഴിഞ്ഞ് കേരളത്തിൽ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതാണെങ്കിൽ അതിന്റെ എത്രയോ താഴെയുള്ള കേരളത്തിലെ പട്ടിക പോട്ടെ. എസ് കെ, ഇതിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാത്ത കാര്യങ്ങൾ ചർച്ചയാവാനാണ് വരും ദിവസങ്ങളിൽ ചാൻസ് എന്നാണ് തോന്നുന്നത്. എസ് കെ, നമ്മൾ നേരത്തെ സംസാരിച്ചു, റാന്നി കോന്നി പോലെയുള്ള ബി ജെ പിക്ക് വലിയ കോർ വോട്ടുള്ള മണ്ഡലം എന്തുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്താതെ കഷ്ടിച്ച് 100 പ്രവർത്തകരെ പോലും എടുക്കാനില്ലാത്ത 2020 സ്ഥാനത്ത് കൊടുത്തുന്ന ചോദ്യമുണ്ടായി. ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അതിൽ തന്നെ റാന്നിയിലെ സ്ഥാനാർത്ഥി പറഞ്ഞത് ശബരിമല വിഷയം ഏതെങ്കിലും തരത്തിൽ ഉന്നയിച്ച് ആരെയും കരിവാരിത്തേക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. അത് CPM പലയിടത്തും ആ സ്ഥാനാർത്ഥിയുടെ ആ പ്രതികരണം ചർച്ചയാക്കുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാണോ എന്ന സംശയം ആദ്യം ഉണ്ടായെങ്കിൽ രാഷ്ട്രീയ പക്വതയില്ലായ്മയല്ല, അത് തീരുമാനിച്ചുറപ്പിച്ച തീരുമാനമാണ് എന്ന് ഇന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. കാര്യം പാലക്കാടാണ് പ്രസംഗിക്കുന്നത്. വിശ്വാസികൾക്ക് വലിയ സ്വാധീനമുള്ള BJPയുടെ വിശ്വാസി രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ വന്ന് അദ്ദേഹം ശബരിമലയെ പറ്റി കമാ എന്നൊരക്ഷരം ഉണ്ടാതെ പോവാണ്. എസ്കൻ, യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ കേരളത്തിൽ ഉണ്ടാവരുതാത്തൊരു ക്ഷേത്രക്കൊള്ള ഉണ്ടായി. ആ ക്ഷേത്രക്കൊള്ള ഉണ്ടായത് CPM ഭരിക്കുന്ന സമയത്താണ്. അതൊരു ഒത്താശ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാട്ടുകള്ളന്മാർ കഞ്ഞിവെച്ച് കൊടുക്കുകയോ ചെയ്തത് അതിന് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരാണ്. അത് രാഷ്ട്രീയ നിയമനമാണ്, CPM രാഷ്ട്രീയ നിയമനമാണ്. അതാണ് നമ്മുടെ അതിൽ 2 പേർ ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി. അതാണ് നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ. ബാക്കിയെല്ലാം അസംഷൻസ് ആണ്. സ്കേൻ, അപ്പൊ അവിടെ അതിന് ബദലായി BJP അടക്കം കൊണ്ടുവന്നതായിരുന്നു എന്താണ് ഈ കൊടിമര പ്രതിഷ്ഠയിലെ കള്ളത്തരം. അതിൽ കള്ളത്തരമില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തുമ്പോൾ ഇപ്പോഴത് ഉന്നയിച്ചാൽ അതിന്റെ ഗുണം കിട്ടുക കോൺഗ്രസിനാണ് എന്ന് വ്യക്തമായ ബോധ്യം BJPക്ക് ഉണ്ട്. ഒരുപക്ഷെ അത് ഡീലാണ്, അത് ഈ പറഞ്ഞ CPM BJP ഡീലിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചേക്കാം. അതിന് യാഥാർത്ഥ്യം അതല്ല. ശബരിമല യുവതീ പ്രവേശന സമയത്ത് BJP അത് വലിയ തോതിൽ ചർച്ചയായപ്പോൾ അതിന് ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. ഒരിക്കൽ കൂടി അത് ചർച്ചയാക്കി കോൺഗ്രസിന് ഗുണം കിട്ടാൻ BJP ആഗ്രഹിക്കുന്ന കാര്യം BJPയുടെ ദേശീയ താല്പര്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്.